ഹലോ സ്റ്റുഡൻസ്, 2026 ഏപ്രിൽ ബാച്ചിലേക്കുള്ള എല്ലാ സ്റ്റുഡൻസിനും ബോസ് അഡ്വാൻസ് ലേണിംഗ് പ്രോഗ്രാം കൊടുക്കുന്നുണ്ട്. അതായത് ഓൺലൈൻ ക്ലാസ്സസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ആക്സസ് ചെയ്യാൻ നോക്കിയാലോ നമുക്ക്. സ്റ്റുഡൻസ് ലോഗിൻ എടുക്കുക. നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ ലോഗിൻ ചെയ്ത് വെരിഫൈ ചെയ്ത പോർട്ടൽ ഉണ്ടല്ലോ, സ്റ്റുഡൻസ് ലോഗിൻ. അതിൽ കയറിയിട്ട് നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ, താഴെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് 2 ഡിജിറ്റായിട്ട് വേണം കേട്ടോ ഡേറ്റ് ഓഫ് ബർത്ത് ടൈപ്പ് ചെയ്യാൻ. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്യുക. അതിനുശേഷം മേലെയുള്ള ഈ 3 ലൈൻസ് ഉണ്ടല്ലോ, അത് ക്ലിക്ക് ചെയ്ത ശേഷം ലേണേഴ്സ് കോർണറിൽ പോവുക. ലേണേഴ്സ് കോർണറിൽ പോയിട്ട് ക്ലാസ് ഷെഡ്യൂൾ ഉണ്ടാവും, ഏറ്റവും താഴെ ക്ലാസ് ഷെഡ്യൂൾ എടുക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓരോ ഡേറ്റ്. ഇംഗ്ലീഷ് എന്നുള്ള സബ്ജക്റ്റ്, അതുപോലെ തന്നെ EVS, മലയാളം, ഈ സബ്ജക്റ്റുകളും അതിൻ്റെ ഡേറ്റുകളുണ്ടാവും. 16, 17, 18 മുതൽ 28 ഡേറ്റ് വരെ ഉണ്ടാവും. മാർച്ച് 8 വരെയാണ് ക്ലാസ്സസ് അവൈലബിൾ. ഇതുപോലെ ഓരോ സബ്ജക്റ്റും നിങ്ങൾ ചെക്ക് ചെയ്യുക. അതിൻ്റെ ടൈം ഉണ്ടാവും. ഇപ്പം സമയം വന്നിട്ട് മോർണിംഗ് 8 to 8:45 AM വരെയാണ് നമുക്ക് ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സസ് അവൈലബിൾ, EVSൻ്റെത്, അതുപോലെ മലയാളത്തിൻ്റെ. അപ്പോൾ നിങ്ങളുടെ ടൈം ടേബിൾ ഏതാണോ അതിന് അനുസരിച്ചുള്ള എല്ലാ ക്ലാസ്സുകളും നിങ്ങൾ ജോയിൻ ചെയ്യുക. വളരെ ഈസിയാണ്. ജസ്റ്റ് ആ ഒരു ലിങ്കിൽ ജിയോ ഇവൻറ്റിലാണുള്ളത്, ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഷെഡ്യൂൾ ചെയ്ത ടൈമുണ്ട്. നിങ്ങൾ താഴെ ജോയിൻ കൊടുക്കുക. ഇവിടെ നിങ്ങളെ ഫസ്റ്റ് നെയിം ആൻഡ് സെക്കൻഡ് നെയിം കൊടുത്ത ശേഷം एंटर इवेंट കൊടുക്കാം. कई सारी चीजें जुड़ जाती हैं, उसको हम कहते हैं कलेक्टिव नाउन. हम एक ऑफिस है, उस ये काम कर रहा है, वो काम कर रहा है. സോ ക്ലാസ്സസ് ഇങ്ങനെ അവൈലബിൾ ആയിരിക്കും. ആ ടൈം അനുസരിച്ച് നിങ്ങൾ ടൈം എഴുതി വെക്കുക, നോട്ട് ചെയ്ത് വെക്കുക, നിങ്ങളെ ക്ലാസ്സും ടൈമൊക്കെ എപ്പോഴാണ് വരുന്നതെന്ന്. എന്നിട്ട് നിങ്ങൾക്ക് ഇതിൽ തന്നെ നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളും ക്ലിയർ ചെയ്യാവുന്നതാണ്. പിന്നെ ഈ ഒരു ക്ലാസ്സസ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. കാരണം വളരെ ചുരുങ്ങിയ സമയത്തുള്ള ക്ലാസ്സസേ ഉള്ളൂ. അപ്പം ഇതിൽ മാക്സിമം അവർ എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവരും ഇന്ന് തന്നെ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുക. നമുക്ക് മലയാളം അവൈലബിൾ ആണ്. അതുപോലെ നിങ്ങളെ റീജിയണൽ ലാംഗ്വേജ് ഏതാണ്, ഹിന്ദി ആണെങ്കിലും തമിഴാണെങ്കിലും എല്ലാ ലാംഗ്വേജും അവൈലബിൾ ആണ് ക്ലാസ്സസ്. അപ്പോൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.